നമസ്കാരം. അമേരിക്കയിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ മലയാളി വൈദികൻ അറസ്റ്റിൽ. പാലാ പൂവരണി സ്വദേശിയായ ഫാദർ ടോം തകടിപ്പുറമാണ് അറസ്റ്റിലായത്. ഇടവകയുടെ പണം സ്വന്തം അക്കൗണ്ടിലേക്ക് വകമാറ്റിയാണ് വികാരി തട്ടിപ്പ് നടത്തിയത്. ഒരു വ്യാജ മിഷണറി സംഘടനയുടെ മറവിൽ സൃഷ്ടിച്ച ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ആദ്യം ഇടവകയുടെ പണം മാറ്റിയത്. പിന്നീട് അത് സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റുകയായിരുന്നു. $1,64,000 അഥവാ 1.5 കോടി രൂപയാണ് മലയാളി കത്തോലിക്ക വൈദികനായ ഫാദർ ടോം തകടിപ്പുറം അടിച്ചുമാറ്റിയത്. അയോവ സംസ്ഥാനത്തിലെ ഡെസ്മോയിൻസ് രൂപത അംഗമാണ് ഫാദർ ടോം. 2011 മുതൽ US-ലെ വിവിധ ഇടവകകളിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു. പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ തന്റെ ചില സ്വന്തം അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യാനും പണം മറ്റൊരിടത്തേക്ക് മാറ്റാനും ഫാദർ ടോം തകടിപ്പുറം ശ്രമിച്ചു. ജനുവരിയിലാണ് ഒടുവിലത്തെ പണം വകമാറ്റൽ നടന്നത്. കഴിഞ്ഞ മാസമായിരുന്നു വികാരിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ജനുവരി 2-ന് ഫാദർ ടോം തകടിപ്പുറം $24,000 ഇടവക അക്കൗണ്ടിൽ നിന്നും മിഷണറി ഗ്രൂപ്പിന്റെ പേരിലുള്ള വ്യാജ അക്കൗണ്ടിലേക്ക് മാറ്റി. പിന്നീട് സ്വന്തം പേരിലുള്ള അക്കൗണ്ടിലേക്കും. അയോവയിലെ പോലീസ് ഉദ്യോഗസ്ഥൻ ഫെബ്രുവരി 20-ന് കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നു. മിഷണറി സംഘടനയിലെ ചിലർ തന്നെ വഞ്ചിച്ചുവെന്നാണ് ഇടവക ട്രസ്റ്റികളോട് തകടിപ്പുറം നുണ പറഞ്ഞത്. എന്നാൽ തട്ടിപ്പ് നടത്തിയത് തകടിപ്പുറം തന്നെയായിരുന്നു. പോലീസ് ബന്ധപ്പെട്ടപ്പോൾ തകടിപ്പുറം സംസാരിക്കാൻ വിസമ്മതിച്ചു. അതേ ദിവസം തന്നെ സ്വന്തം പേരിലുള്ള അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യാനും പണം ഒളിപ്പിച്ച് തന്റെ കുറ്റം മറയ്ക്കാനും ശ്രമിച്ചു. ഫെബ്രുവരി 22-ന് അറസ്റ്റിലായ ഫാദർ തകടിപ്പുറത്തെ പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു. 10 വർഷം വീതം ജയിൽ ശിക്ഷ കിട്ടാവുന്ന 6 കുറ്റങ്ങളും 5 വർഷം തടവ് ശിക്ഷ കിട്ടാവുന്ന 1 കുറ്റവുമാണ് ചുമത്തിയിരുന്നത്. ഷെനഡോവ സെന്റ് മേരീസ് പള്ളി വികാരിയായിരിക്കെയാണ് തട്ടിപ്പ് നടത്തിയത്. ഇതുകൂടാതെ ഹാംബർഗ് ഇടവകയുടെ ചുമതലയും ഉണ്ടായിരുന്നു. 2017 മുതൽ ഈ 2 പള്ളികളുടെയും വികാരിയായിരുന്നു. 2 പള്ളികളുടെയും ചുമതല ഫാദർ ടോം തകടിപ്പുറം ഒഴിഞ്ഞതായി ഡെസ്മോയിൻസ് അതിരൂപത അറിയിച്ചു. കാനൂനിക നിയമപ്രകാരമുള്ള അന്വേഷണങ്ങൾ നടന്നു വരികയാണെന്ന് രൂപത വക്താവ് അറിയിച്ചു. ക്ലാരേഷ്യൻ സന്യാസ സമൂഹ അംഗമായ ഫാദർ ടോം തകടിപ്പുറം നേരത്തെ കേരളത്തിലെ ഒരു സെമിനാരിയുടെ പ്രസിഡന്റുമായിരുന്നു. ഉന്നത വിദ്യാഭ്യാസത്തിനായി 2000-ൽ മിനസോട്ടയിലെ ജോൺ വിയാനി സെമിനാരിയിൽ ചേർന്നിരുന്നു. ഇടവക വികാരി എന്ന ചുമതലയ്ക്ക് പുറമെ വിവിധ സന്നദ്ധ സംഘടനകളിലും തകടിപ്പുറം സജീവമായിരുന്നു. ക്രിമിനൽ നടപടിക്രമങ്ങളിൽ ഒരു തരത്തിലും ഇടപെടില്ലെന്ന് ഡെസ്മോയിൻസ് അതിരൂപത വക്താവ് അറിയിച്ചു. ബില്ലുകളിൽ തിരുത്തൽ വരുത്തിയതായി വികാരി സമ്മതിച്ചെങ്കിലും മോഷണക്കുറ്റം സമ്മതിച്ചിട്ടില്ല. ഇപ്പോൾ കേസിൽ വിചാരണയ്ക്കായി കാത്തിരിക്കുകയാണ്.